കണ്ണ് നിറച്ച് കാണ. ചാവാലി പട്ടികളൊക്കെ വീട്ടിൽ നിരങ്ങുന്നത് നീ നീ ഒറ്റ ഒരാൾ കാരണോ, നിന്റെ അനാസ്ഥ കാരണോ ഇതൊക്കെ സംഭവിച്ചത്. മാഡം, ചിപ്പിമോൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോ എന്റെ പാതി ബോധം പോയതുപോലെയായി. പിന്നെ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കൊന്നും സത്യമായിട്ട് ഓർമ്മയില്ല മാഡം. എന്തു പറഞ്ഞാലും ചിപ്പിമോളുടെ പേര് പറഞ്ഞ് എന്റെ വായടയ്ക്കാൻ നോക്കരുത് നീ. എന്നേക്കാ സ്നേഹമൊന്നും ഇവിടെ ആർക്കും ചിപ്പിമോളോട് വേണ്ട. വീടെല്ലാം തുറന്ന് മലർത്തിയിട്ട് അവള് ഇറങ്ങി ഓടിയിരിക്കുന്നു. എന്ത് അത്യാവശ്യമായിരുന്നടി നിനക്കവിടെ? നീയൊക്കെ ഇല്ലെങ്കിലും എന്റെ മോൾക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റും ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലും കൊണ്ടുപോകും ഞാൻ. അതിനുള്ള പണം എന്റെ കയ്യിലുണ്ട്. എല്ലാം നാശം ഉണ്ടാക്കി വെച്ചിട്ട് വന്നു നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? നീ കാരണം എനിക്കുണ്ടായ നാശനഷ്ടം എന്താണെന്നറിയോ? എന്തൊക്കെ അനർത്ഥങ്ങളെ വരുത്തി വെച്ചെന്നറിയോ? മാഡം, വീട്ടിൽ കള്ളം കയറിയെന്ന് പറഞ്ഞ് നമുക്കൊരു പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ മാഡം? CCTV വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ. പഠിപ്പിക്കുന്നോടി നീ എന്നെ. നിനക്ക് എന്തറിയാം അവന്തികയെ പറ്റി? മാഡം, ഞാൻ പറഞ്ഞു വന്നത് പോലീസിലാണോ പട്ടാളത്തിലാണോ കംപ്ലൈന്റ് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അവന്തികെ ഒരുപാട് പോലീസുകാരെ കണ്ടതാ. എന്റെ മോൾക്കൊരു കുഴപ്പമുണ്ടായാ പഴയ അവന്തികയായിട്ട് ഞാനങ്ങ് ഇറങ്ങും. നീയൊന്നും താങ്ങീന്ന് വരില്ല. മാഡം, ചിപ്പിമോൾക്ക് ഞാനെന്ത് കുഴപ്പമുണ്ടാക്കിയെന്നാ? ഇനി എന്നെ ഉപദ്രവിക്കില്ല മാഡം. നിന്നെ കൊന്നാ പോലും അവന്തികയോട് ചോദിക്കാൻ ഒരു പട്ടിയും വരില്ലടി. പ്ലീസ് മാഡം. അമ്മേ, മോളെ മോളെ, അമ്മ ഒരു തമാശ കാണിച്ചതാ. അയ്യോ, ആന്റി വെറുതെ ഇരുന്ന് കരയുന്നതാ, ഒന്നുമില്ല.